പ്രിയ പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ചാനൽ ആംബുലൻസിലേക്ക്. വ്യത്യസ്തമായ വിഷയങ്ങൾ ഇന്ന് എടുക്കുന്ന ഒരു വിഷയം യൂറോപ്പിലെ പുരുഷന്മാരുടെ പുരാതന വസ്ത്രങ്ങൾ. ഇത് കേട്ടാൽ തോന്നുന്നു യൂറോപ്പിലുള്ള എല്ലാ മറ്റ് പുരുഷന്മാരൊക്കെ ആർക്കും വസ്ത്രമില്ല എന്നങ്ങ് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ തെറ്റല്ല. പ്രത്യേകിച്ചും ആധുനിക കാലത്തല്ല, 18 നൂറ്റാണ്ടുകൾക്ക് മുൻപ് 10 മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള യൂറോപ്പിലെ പുരുഷന്മാരുടെ വസ്ത്രവും ആ വസ്ത്രത്തിൻ്റെ എല്ലാം പേരുകളും, വസ്ത്രം മാത്രമല്ല അവരുപയോഗിച്ച പല സാധനങ്ങളും ആധുനിക കാലത്ത് എപ്രകാരമാണ് ഉപയോഗിക്കുന്നതാണ് ഈ സബ്ജക്റ്റിൻ്റെ ഉപഘടകം, അല്ലെങ്കിൽ അതിനാണ് എന്നെ പ്രേരിപ്പിച്ചത്. 9-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ പുരുഷന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രമായിരുന്നു സ്റ്റോക്കിങ്സ്. ഇന്ന് ആധുനിക കാലത്ത് യൂറോപ്പിലുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ചും നേഴ്സിംഗ് മേഖലയിൽ പാരാമെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ ഈ സ്റ്റോക്കിങ്സൊക്കെ ഔദ്യോഗികമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പഴയ സിനിമകളും സർക്കസ് താരങ്ങളുടെയും വസ്ത്രം ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. തണുപ്പിൽ നിന്നും കാലുകളെ സംരക്ഷിക്കാനും പ്രത്യേകിച്ചും കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സ്റ്റോക്കിങ്സ് വളരെ ഉപകാരപ്രദമായിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തത്. പിന്നീട് 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും സ്ത്രീകളും അത് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ പുരുഷന്മാർ ഈ സ്റ്റോക്കിങ്സ് ഉപേക്ഷിച്ചു. നിങ്ങൾ ലോകത്തിൽ നിന്ന് ആധുനിക ലോകത്ത് എവിടെ വേണമെങ്കിലും നേരിട്ട് പോയി തിരക്കാം, അല്ലെങ്കിൽ സഞ്ചാരികളോടും ജോലിയിൽ പോയവരോടൊക്കെ തിരക്കാം, നെറ്റ് നോക്കാം. ഈ 18, 19, 20, 21 നൂറ്റാണ്ടുകളിലെ ഒരു പുരുഷന്മാർ ലോകത്തിലെങ്ങും തന്നെ ഇത് ഉപയോഗിക്കാറില്ല. ഈ പറഞ്ഞത് ഒരു സമയങ്ങളിൽ, ഒരു കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകളോളം പുരുഷന്മാർ ഉപയോഗിച്ച പല വസ്ത്രങ്ങളും പല ബാഗുകളും പല കാര്യങ്ങളും ഇന്ന് പുരുഷന്മാർ ഉപയോഗിക്കാതെയും സ്ത്രീകൾ അവരുടെ ആഡംബരത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മളതിൻ്റെ വ്യത്യാസങ്ങളാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ സാധനം നാപ്കിൻ. ഇത് കേൾക്കുമ്പോൾ ചിരി വരും. പുരുഷന്മാരും വസ്ത്രമായിട്ട് നാപ്കിൻ എന്ത് ബന്ധം? അതെ, 1-ാം ലോകമഹായുദ്ധകാലത്ത് പരിക്കേറ്റ ഭടന്മാരുടെ മുറിവുകൾ വെച്ച് കെട്ടാനും രക്തം വാർന്നു പോകാതൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ച സെല്ലു കോട്ടൺ എന്ന പാഡാണ് പിൽക്കാലത്ത് സ്ത്രീകൾ സാനിറ്ററി നാപ്കിനായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. കേട്ടിട്ട് ചിരി വരരുത്. ഇന്ന് നമ്മുടെയെല്ലാ സ്ത്രീകൾ സാനിറ്ററി നാപ്കിനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ആരംഭകാലത്തെ ഉപയോഗം 1-ാം നൂറ്റാണ്ടിൽ പട്ടാളക്കാർക്ക് മുറിവേറ്റവർക്ക് വേണ്ടി രക്തം തടഞ്ഞു നിർത്താൻ വേണ്ടി ഉപയോഗിച്ച ഈ സെല്ലു കോട്ടൺ പിൽക്കാലത്താണ് നാപ്കിനായി മാറിയത്. യുദ്ധരംഗത്ത് മെഡിക്കൽ ഫീൽഡിലുണ്ടായിരുന്ന നേഴ്സസാണ് ഇടക്കാലാശ്വാസം പോലെ തൽക്കാലത്തേക്ക്, രക്തമാണല്ലോ ശരീരത്തിൽ, പുരുഷൻ്റെ ശരീരത്തിലാണേലും സ്ത്രീയുടെ ശരീരത്തിൽ രക്തമാണല്ലോ, അങ്ങനെ നേഴ്സസ് അവരുടെ മെൻസ്ട്രൽ പീരീഡിന് ഈ കോട്ടൺ ഉപയോഗിച്ചു. അതിന് പിന്നീട് രൂപവും ഭാവവും ഒക്കെ മാറ്റിയതാണ് ആധുനിക കാലത്തെ സാനിറ്ററി നാപ്കിൻ. ഇതെന്ന് ഹോസ്പിറ്റലിൽ നമ്മളെല്ലാം ബ്ലഡ് എടുക്കുന്ന നേരത്തും ഇഞ്ചക്ഷൻ്റെ സമയത്തൊക്കെ അല്പം പഞ്ഞി തരും. നമ്മളും എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മുറിവിന് കെട്ടാനും ഒക്കെ ഇപ്പോഴും പഞ്ഞി ഉപയോഗിക്കുന്നെങ്കിലും അന്ന് ഉപയോഗിച്ച പഞ്ഞി അന്നുണ്ടായിരുന്ന ലേഡീസ് അല്ലെങ്കിൽ നേഴ്സസ് അവർ ഉപയോഗിച്ചത് പിന്നെ ശാസ്ത്രീയമായി അല്പമായ പരിഷ്കരണങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇന്നത്തെ സാനിറ്ററി നാപ്കിൻ. അത് ഓർക്കണം. അപ്പോൾ ഓരോന്നിൻ്റെ പിൻപിലും ഓരോ ചരിത്രങ്ങളും അതിനെ വളർത്തിയെടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മറക്കരുത്. പിന്നീട് 1931 ശാസ്ത്രീയമായ ആധുനിക രീതിയിലുള്ള സാനിറ്ററി നാപ്കിൻ വ്യാവസായികമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത്. മൂന്നാമത്തേത് വാനിറ്റി ബാഗ്. വാനിറ്റി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം തന്നെ പൊങ്ങച്ച സഞ്ചി. ഇത് സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. വല്ല നാടകത്തിനോ സിനിമയ്ക്കോ ഫാൻസി ഡ്രസ്സിനൊക്കെ വേഷം മാറി ഉപയോഗിക്കുന്നതല്ലാതെ പുരുഷന്മാരൊന്നും ആധുനിക കാലത്ത് ഈ വാനിറ്റി ബാഗ് ഉപയോഗിച്ച് കാണാറില്ല. എന്നാൽ 18-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ പുരുഷന്മാർ അവരുടെ ബെൽറ്റിൻ്റെ വലതുവശത്തായി തൂക്കിയിട്ടിരുന്ന ചെറിയ ബാഗാണ് പിൽക്കാലത്ത് സ്ത്രീകൾ വാനിറ്റി ബാഗ് ഉപയോഗിക്കുന്നത്. പുകവലിക്കാനുള്ള സാധനങ്ങളും സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ചെറിയ കത്തികളൊക്കെയായിരുന്നു അന്നത്തെ പുരുഷന്മാരുടെ ബാഗിൽ വെച്ചിരുന്ന വസ്തുക്കൾ. ഓർക്കണം,
ഒരു കാലത്ത് നൂറ്റാണ്ടുകളോളം പുരുഷന്മാർ മാത്രം ഉപയോഗിച്ച പല പല കാര്യങ്ങളും അത് മാറി, ഉപയോഗം പുരുഷന്മാരത് പൂർണ്ണമായി ഉപേക്ഷിക്കുകയും പകരം സ്ത്രീകളുടെ വസ്തുക്കളായി മാറി. അതുകൊണ്ട് ആധുനിക കാലത്തെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പലതും നൂറ്റാണ്ടുകളോളം പുരുഷന്മാർ മാത്രം ഉപയോഗിച്ചാണെന്ന് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വാനിറ്റി ബാഗിലും സ്ത്രീകൾ കത്തിയും കോടാലിയും നോക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം മേക്കപ്പിനുള്ളതും ടിഷ്യൂ പേപ്പറുകളും അത്യാവശ്യങ്ങളിൽ വേണ്ട സാധനങ്ങളൊക്കെ പണവും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് സ്ത്രീകൾ വാനിറ്റി എന്നായിരുന്നില്ല അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് മറ്റൊരു പദമായിരുന്നെങ്കിലും വാനിറ്റി എന്ന സഞ്ചിയായി അവരുടെ അലങ്കാരത്തിൻ്റെയും പ്രൗഢിയുടെ അടയാളമായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാനിറ്റി ബാഗുകളുണ്ട്. ഇപ്പോൾ ബാഗിൻ്റെ ട്രേഡ് മാർക്കും കമ്പനിയും ഒക്കെ മുൻനിർത്തി അത് എത്ര വിലയുള്ളതെന്നും അത് ഉപയോഗിക്കുന്ന സിനിമാ താരങ്ങളും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ഭാര്യമാരുമൊക്കെ ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവർ സമ്പന്നരാണെന്നും ഇഷ്ടരാണെന്നൊക്കെ സ്വയം വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ടാണ് വാനിറ്റി എന്ന് പറയുന്ന ബാഗ്. അഞ്ചാമത്തേത് ഹൈ ഹീൽഡ് ഷൂസ്. ഇതും കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്. ഇതൊക്കെ പണ്ട് ആണുങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതെ, 10-ാം നൂറ്റാണ്ടിൽ പാഴ്സി, ഇന്നത്തെ ഇറാനിലെ സൈനിക വ്യൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിൽ കുതിരപ്പടയാളികൾ, അത് എല്ലാ ലോകരാജ്യങ്ങളിൽ കുതിരപ്പടയാളികൾ തന്നെ ഗ്രീക്കിലും റോമിലായിരുന്നു ഏറ്റവും കൂടുതൽ. അവർക്കൊക്കെ പ്രത്യേക പേരും ഉണ്ടായിരുന്നു. കുതിരപ്പടയാളികളുടെ വിഭാഗവും അതിൻ്റെ ഉന്നത സ്ഥാനീയരും വിഭാഗക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ 10-ാം നൂറ്റാണ്ട് വരെ പാഴ്സികളുടെ കുതിരപ്പടയാളികൾ ഉപയോഗിച്ചിരുന്ന ഷൂസാണ് ഹൈ ഹീൽഡ് ഷൂ. ഈ വിഭാഗം കുതിരപ്പടയാളികളെ ഗാലേഷ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ഇത് പാഴ്സിലെയാണ്. റോമൻ പടയാളികൾക്കും അങ്ങനെ പ്രകാരം വേറെ പേരുണ്ടായിരുന്നു, വിളിച്ചിരുന്നു. അത് ഓരോ രാജ്യക്കാർ അവരുടെ സൈനിക വിഭാഗത്തിന് പ്രത്യേക പേരുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ കൊടുത്തിരുന്നത്. കാലാൾപ്പട, നാവികന്മാർ, നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, എല്ലാ രാജ്യങ്ങളിലും ആധുനിക കാലത്തുണ്ട്. നേവി, എയർഫോഴ്സ്, ആർമി, ഇതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നായിരുന്നു ഗലേഷ്. പെട്ടെന്ന് കുതിരപ്പുറത്ത് കയറാനും കുതിരപ്പുറത്തുനിന്ന് പെട്ടെന്ന് ഇറങ്ങാനുമൊക്കെ ഈ ഇനം ഷൂസ് സഹായമായിരുന്നു. എന്നാൽ പിന്നീട് യൂറോപ്പിൽ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ആഡംബരത്തിൻ്റെയും പദവികളുടെയും പൗരുഷത്തിൻ്റെയും അടയാളമായി ഇത് മാറി. പ്രത്യേകിച്ചും ഫ്രഞ്ച് ചക്രവർത്തിമാരാണ് ഇത് അധികം ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പോൾ 5 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 5 കാര്യങ്ങളും പിൻകാലത്ത് അല്ലെങ്കിൽ വർത്തമാനകാലത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫാഷൻ പരേഡിൽ പ്രത്യേകം ഇന്ന് ഹൈ ഹീൽഡ് ഷൂ എന്ന് പറയുമ്പം സ്റ്റോക്കിങ്സ് പോലെ മുട്ടറ്റം വരുന്നതല്ല, മറിച്ച് ഹീൽഡഡ് ഷൂ. അത് പുരുഷന്മാരും ഇടാറില്ല. ഇത് സ്ത്രീകൾ ഇടുകയും കാറ്റ് വാക്ക് അല്ലെങ്കിൽ ഈ മോഡേൺ പുതിയ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തത് പബ്ലിക്കിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കാറ്റ് വാക്ക് നടത്തുന്നത്, അല്ലെങ്കിൽ ഫാഷൻ പരേഡ്. ആ നടത്തത്തിലൊരു പ്രത്യേക നടപ്പാണ്. മുൻകാലുകൾ മുന്നോട്ട് വെച്ച് പിൻകാലുകൾ ഇടത്തോട്ടിങ്ങനെ വെച്ച് മാറ്റി മാറ്റി വെച്ച് നടക്കുന്ന ഒരു പ്രത്യേകം വാക്കിംഗ് ആണല്ലോ കാറ്റ് വാക്ക്. അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. അതിന് നടക്കുന്ന ആ പ്രതലത്തിന് റാമ്പെന്നും നടക്കുന്നതിന് കാറ്റ് വാക്ക് എന്നും പറയുന്നത്. അപ്പോൾ റാമ്പിൽ കാറ്റ് വാക്ക് നടത്താൻ ഉപയോഗിക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാരല്ല സ്ത്രീകൾ ഹൈ ഹീൽഡ് ഷൂ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആധുനിക കാലത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വർത്തമാനകാലത്ത് ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. ഞാനൊരു കാര്യം പറയട്ടെ, നൂറ്റാണ്ടുകളോളം പുരുഷന്മാർ ഉപയോഗിച്ച ഈ പറഞ്ഞ വാനിറ്റി ബാഗും സ്റ്റോക്കിങ്സും നാപ്കിനും ഹൈ ഹീൽഡ് ഷൂ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാറി മാറി പാൻസ്, ഞാൻ ഇടയ്ക്കൊന്ന് പറയട്ടെ, പലരും തെറ്റിച്ചാണ് പറയുന്നത്. PANT, പാൻറ്റ് എന്ന് പറഞ്ഞാൽ കിതയ്ക്കുക, അണയ്ക്കുക എന്നാണ് അതിൻ്റെ പദത്തിൻ്റെ അർത്ഥം. പാൻസ് എന്നേ പറയാവൂ, PANTS. പാന്താലൂസ് എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ പാൻസ് വന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ഈ വസ്ത്രം കൊണ്ടുവന്നത്. അപ്പോൾ ഈ പാൻസും ഷർട്ടും ഒക്കെ നൂറ്റാണ്ടുകളോളം പുരുഷ മേൽക്കോയ്മയിൽ മാത്രമല്ല, പുരുഷന്മാരുടെ
ലോകം അംഗീകരിച്ച വസ്ത്രമാണ് പാൻസും ഷർട്ടും. ഇന്ന് അതും സ്ത്രീകളാക്കി. അപ്പം ഈ പറഞ്ഞ സ്റ്റോക്കിങ്സ്, ഹൈ ഹീൽ ഷൂവ്, പാൻറ്റി ബാഗ്, നാപ്കിന്, പാൻസ്, ഷർട്ട് ഇതെല്ലാം ഇന്ന് സ്ത്രീകളെടുത്തു. ഞാൻ ദുഃഖത്തോടെ ഒരു കാര്യം പറയട്ടെ, ഇന്ന് പുരുഷൻ്റെ എന്ന് പറയാൻ അവകാശപ്പെടാൻ ഒന്നുമില്ല. പ്രത്യേകിച്ചും ഇന്ത്യയിൽ, അതിലും പ്രത്യേകിച്ചും കേരളത്തിലെ പുരുഷന്മാർക്ക് ഇന്ന് സ്ത്രീകൾക്ക് അവരാത്ത ഒരു സാധനമേ ഉള്ളൂ. വേറെ ആരോടും പറയരുത്, കൗബീനം മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. എത്ര ലജ്ജാകരമാണ്. ഇനി അതെന്നാണ് കൊണ്ടുപോകുന്നത് അറിയത്തില്ല. സാഹിത്യ ഭാഷ 3 പീസ് സൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കഷ്ണം താഴെ ഒന്നായിട്ട് അതാണ്. അല്ലെങ്കിൽ ഷഡ്ഡിയും ബ്രേസറും മാത്രം ഇടുന്ന സ്ത്രീകളെക്കുറിച്ചാണ് 3 പീസ് സൂട്ടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കേരളത്തിലെ പുരുഷന്മാർക്ക് ആകെയുള്ള പൈതൃകമായത് ഈ കൗബീനം മാത്രമേ ഉള്ളൂ. അതും പൊന്നു സ്ത്രീകളെ നിങ്ങൾ കൊണ്ടുപോകരുത്. അവസാനം ഞങ്ങൾ പുരുഷന്മാരെല്ലാം നഗ്നരായി നടക്കേണ്ടി വരുമെന്ന സങ്കടം ഓർപ്പിച്ചുകൊണ്ടും ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ചരിത്രങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാം. നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. പല പല കൊച്ചു കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം.